ഒരാള് ഏതെങ്കിലും ഒരു ലൊക്കേഷനെ പറ്റിയിട്ട് ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊടുക്കുക, പാരീസ് ഒക്കെ ആയിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ മാൽദീവ്സ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊടുക്കുക. അപ്പൊ നമ്മൾ പറയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് എന്ന് പറയാം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? I've been there എന്ന് പറയാം. I've been there, അതായത് ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മ്യൂസിയം ആയിക്കോട്ടെ, ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് നമ്മൾ ആ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട് എന്ന് പറയാം. സോ അതെങ്ങനെ നമ്മൾ പറയാ? വി ഹാവ് ബീൻ ടു ദ മ്യൂസിയം എന്ന് പറയാം. നമ്മൾ ആ മ്യൂസിയത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്, വി ഹാവ് ബീൻ ടു ദ മ്യൂസിയം എന്ന് പറയാം. ഓക്കെ, ഇനി സപ്പോസ് പാരീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ആയിക്കോട്ടെ, അവിടെ അവൾ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിലോ ഷീ ഹാസ് ബീൻ ടു പാരീസ് എന്ന് പറയാം. ഓക്കെ, ഷീ ഹാസ് ബീൻ ടു പാരീസ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ യു ദേവി, അതായത് പ്ലൂറൽ ഫോമിലാണെങ്കിൽ നമ്മൾ ഹാവ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഷീ ഹി അങ്ങനെയാണെങ്കിലോ ഹാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഷീ ഹാസ് അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു സെന്റൻസ് നോക്കാം. They have been on vacation. They have been on vacation എന്ന് പറഞ്ഞാൽ അവർ വെക്കേഷനിലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മളൊരു വീട്ടിൽ പോയി, അപ്പോൾ ആ വീട്ടിൽ ആരുമില്ല, വീട് എം ടി ആണ്. ഓക്കെ, വീട് എം ടി ആണ്. അപ്പം നമ്മൾ അയൽവാസികളോട് ചോദിക്കുകയാണ് ഇവർ എവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ് അവർ വെക്കേഷനിലായിരുന്നു, അല്ലെങ്കിൽ അവർ ഒരു വെക്കേഷനിൽ പോയായിരുന്നു എന്ന് പറയാം. സോ അതെങ്ങനെ അവർ ഇംഗ്ലീഷിൽ പറയാം? They have been on vacation എന്ന് പറയാം. അവർ വെക്കേഷനിലായിരുന്നു, they have been on vacation എന്ന് പറയാം. ഓക്കെ, ഇനി ആരെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്ത് തരുന്ന സമയത്ത് പറയാണ് അവൻ ഓൾറെഡി ആ റെസ്റ്റോറൻറ്റിൽ മുന്നേ പോയിട്ടുണ്ട് എന്ന് പറയാം. സോ അതെങ്ങനെ നമ്മൾ പറയാം? He has been to that restaurant before. Okay, he has been to that restaurant before. ആ റെസ്റ്റോറൻറ്റിൽ മുന്നേ ഓൾറെഡി പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഉള്ളത്. അതായത് മുന്നേ നമ്മൾ പാസ്റ്റിൽ നമ്മൾ ചെയ്ത കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ഇപ്പൊ പ്രസന്റിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, സോ അതിന് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ അത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് വരുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഹി ഹാസ് അല്ലെങ്കിൽ ഷീ ഹാസ് എന്നാണ്. ഈ സിംഗുലർ വരുന്ന സമയത്ത് ഹാസ് ആണ് യൂസ് ചെയ്യുക, ആൻഡ് പ്ലൂരൽ വരുന്ന സമയത്ത് ഹാവ് ആണ് യൂസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. സോ ഐ ഹാവ് ബീൻ എന്ന് പറയും. അപ്പോൾ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ എന്നാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പറയുന്നത് കാര്യങ്ങൾ. അതായത് ചെയ്തിട്ടുണ്ട്, മുന്നേ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ ബൈ.